ഹലോ, എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ ഇന്ന് 6:30 വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ പ്രൊമോ വിശേഷത്തിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന്. അപ്പോൾ തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് ചാരുവിൻ്റെ അച്ഛനെയാണല്ലോ. ചാരു മുഖത്തടിച്ച പോലെ അച്ഛനോട് പറയുകയാണ്, നിങ്ങളുടെ ഭക്ഷണത്തിൽ ഞാൻ വിഷം കലക്കി തരും, ഇനി മേലാൽ ഇവിടെ ശകുനിപ്പണിയുമായിട്ട് വന്നാൽ എന്ന് പറയുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ ഹാളിൽ പോയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ബാലമാഷ ഗോവിന്ദ മാമനോട് പറയുകയാണ്, ഗോവിന്ദ താൻ ഒറ്റരാൾ പറഞ്ഞതുകൊണ്ടിട്ടാ അരവിന്ദിനെ ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു കയറ്റിയത്. അല്ലായിരുന്നെങ്കിൽ അവൻ ഏതെങ്കിലും വഴി പോട്ടേന്ന് തന്നെ ഞാൻ വിചാരിച്ചേനെ. താൻ പറഞ്ഞത് കൊണ്ടിട്ടാ ഒരു വട്ടം കൂടെ അവനൊരു ചാൻസ് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അത് തെറ്റായി പോകുന്ന എനിക്ക് തോന്നുന്നതെന്ന് പറയുകയാണ്. ഈ സമയം കൊണ്ട് ഹേമയും അരവിന്ദും അതുപോലെ തന്നെ ചാരുവിൻ്റെ അച്ഛനും കൂടെ മറ്റൊരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. എങ്ങനെയെങ്കിലും ബാലൻ മാഷിൻ്റെ സൽപ്പേര് നശിപ്പിച്ച് അയാളെ നാറാണക്കല്ലെടുത്ത് കുട്ടിച്ചോറാക്കണമെന്ന് ആ ഒരു പ്ലാനിങ്ങിലാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത സീനിലാണ് ശ്രേയയെ കാണിക്കുന്നത് കേട്ടോ. ശ്രേയയ്ക്കാണെങ്കിൽ ഇരുന്നിട്ടിരിക്കപ്പുറത്തില്ല, നിന്നിട്ട് നിൽക്കാനും പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. കാരണം ശ്രേയയെ നമ്മുടെ ചാരു വെല്ലുവിളിച്ചുകൊണ്ട് പോയല്ലോ. അങ്ങനെ നീ എന്നെ വെല്ലുവിളിച്ചിട്ട് ആകാശം നീ കൂടെ സമാധാനമായിട്ട് കിടന്നുറങ്ങണ്ട, നിൻ്റെ സമാധാനം ഞാൻ കെടുത്തി തരാടി എന്നും പറഞ്ഞുകൊണ്ട് ആകാശിനെ ഫോൺ ചെയ്യാണ്. ഈ സമയത്ത് ബാലമാഷ ചോദിക്കുകയാണ്, ആരാ മോനെ വിളിക്കുന്നത്? അത് പിന്നെ ചീഫ് എഞ്ചിനീയർ ആച്ചാ. എങ്കിൽ പിന്നെ ആ കോൾ എടുക്കുന്നേ വേണ്ട, അവരെന്തെങ്കിലും ഒരു മുട്ടായി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കുള്ളൂ ഈ വിളിക്കുന്നത്. ആ പെണ്ണുമ്പോഴൊരു തൊന്തരവാണെന്ന് പറയുകയാണ്. ഈ സമയത്ത് ബാലമാഷ് പറയുകയാണ്, മോനെ എന്തായാലും നിൻ്റെ ഹയർ ഓഫീസറല്ലേ, നീ എടുക്ക്, ഇനി എടുത്തില്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മാമ നിങ്ങളാരും വിഷമിക്കേണ്ട, ഞാൻ എടുത്തോളാമെന്ന് പറഞ്ഞ് ചാരു കോൾ എടുക്കുകയാണ്. ആ പറയൂ മാഡം, എന്താണെന്ന് ചോദിക്കുകയാണ്. അല്ല മിസ്സിസ് ആകാശാണോ എടുത്തത്? ആകാശ് എന്തേ? അക്കു ചേട്ടൻ ഉറങ്ങുകയാണ്. എങ്കിൽ പിന്നെ ആകാശിനെ വിളിച്ചെഴുന്നേപ്പിച്ച് കോൾ കൊടുക്ക്, എനിക്ക് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. അയ്യോ മാഡം, പണ്ട് തൊട്ടേ എനിക്ക് ഉറങ്ങുന്ന ആൾക്കാരെയൊന്നും വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത് തീരെ ഇഷ്ടമല്ല. പ്രത്യേകിച്ച് അക്കുച്ചേട്ടനാണെങ്കിൽ നല്ല രീതിയിൽ ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങുക പാവം. എന്തായാലും വിളിക്കാൻ പറ്റില്ല. ഞാൻ ആകാശിൻ്റെ ഹയർ ഓഫീസറാണ്, ഞാൻ പറഞ്ഞ നീ കേട്ടേ മതിയാവുള്ളൂ. മേഡം ആകാശേട്ടൻ്റെ ഹയർ ഓഫീസറായിരിക്കും, പക്ഷേ ഈ ലോകത്തിൻ്റെ ഹയർ ഓഫീസറായിട്ടുള്ള ദൈവം തമ്പുരാൻ തന്നെ എന്നോട് ഇപ്പോൾ അക്കുച്ചേട്ടനെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ പറഞ്ഞാൽ ഞാൻ എഴുന്നേൽപ്പിക്കില്ല മാഡം. അതുകൊണ്ട് മേഡം ഫോൺ വെച്ചിട്ട് പൊയ്ക്കോ. നാളെ രാവിലെ അക്കുച്ചേട്ടൻ എഴുന്നേറ്റതിന് ശേഷം മേഡം വിളിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞോളാം, അപ്പോൾ അക്കുച്ചേട്ടൻ തിരിച്ച് വിളിച്ചോളൂ എന്ന് പറയുകയാണ് കേട്ടോ. ശ്രേയ പറയാണ്, ദേ ഞാൻ പറയുന്നത് മേഡം എന്ത് പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ സുഖ ഉറക്കം കെടുത്തില്ല മേഡം, അതുകൊണ്ട് കോള് കട്ട് ചെയ്തോ എന്ന് പറഞ്ഞ് നമ്മുടെ ചാരു കോള് കട്ട് ചെയ്യാണ് കേട്ടോ. ഇതുകൂടെ ആയപ്പോഴത്തേക്കും ശ്രേയയ്ക്ക് ഒന്നുകൂടെ വാശിയും ദേഷ്യവും ഒക്കെ കൂടുകയാണ് കേട്ടോ. അപ്പോഴേ ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ കൂടെ ഒരു കാര്യം കൂടെ പറയാം കേട്ടോ. ഞാൻ മേടിച്ച് ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ലതെന്ന് തോന്നിയിട്ടുള്ള ഒരു കോട്ട് സെറ്റാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, പോളിസ്റ്ററാണ്, പെട്ടെന്നൊന്നും ചീത്തായിട്ടൊന്നും പോവില്ല കേട്ടോ. സ്ലീവ്ലെസ് ആയിട്ടുള്ളൊരു കുർത്തിയാണ്, അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലും നമുക്ക് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ലിങ്ക് വെച്ചിട്ടുണ്ടല്ലോ, അതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള കോട്ട് സെറ്റുകൾ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. നല്ല ക്വാളിറ്റി ഉള്ളത് കൊണ്ടിട്ടാണ് നമ്മൾ വീഡിയോ ആക്കിയത് കേട്ടോ. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ വാങ്ങുക. അപ്പോൾ നമുക്ക് തിരിച്ച് കഥയിലേക്ക് തന്നെ വരാം. അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ആകാശിനെയും ചാരുവിനെയും കാണിക്കുകയാണ്. അങ്ങനെ ആകാശനാണെങ്കിൽ ചാരു പറഞ്ഞ ഡയലോഗ് ഭയങ്കരമായിട്ട് ഇഷ്ടമാവാണ് കേട്ടോ. എന്തായാലും ആകാശ് റൂമിൽ ചെല്ലുമ്പോൾ ചാരുവിനോട് ചോദിക്കുകയാണ്, അല്ല ചാരു, അവരെൻ്റെ ഹയർ ഓഫീസറല്ലേ, അവരെ നീ പിണക്കി കഴിഞ്ഞാൽ നിനക്കത് ബുദ്ധിമുട്ടല്ലേ? അക്കുച്ചേട്ടാ, എനിക്ക് അവരായ ഹയർ ഓഫീസർ അല്ലല്ലോ, നിങ്ങൾക്കല്ലേ അവർ ഹയർ ഓഫീസർ. എൻ്റെ ഹയർ ഓഫീസർ മറ്റൊരാളാണ്. മറ്റൊരാളോ? അതാരാ? അത് വെളുത്തിട്ട് പിന്നെ മുടി ചുരുണ്ടിട്ട് ഒരാൾ. അതാരാണോ നിൻ്റെ ഹയർ ഓഫീസർ? അത് അക്കുച്ചേട്ടൻ തന്നെയാണ്. ഓ അങ്ങനെ. അല്ല ചാരു, നീ എന്താ ഓഫീസിൽ ചെന്നിട്ട് അവളോട് പറഞ്ഞത്? ആരോട്? ശ്രേയയോട്. എൻ്റെ ഭർത്താവിനെ ഇനി ശല്യപ്പെടുത്താൻ പാടില്ല എന്ന് അതാ ഞാൻ അവളോട് പറഞ്ഞത്. എന്തായാലും അക്കുച്ചേട്ടാ, എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഞാൻ ഉറങ്ങാൻ പോവാണ്. നേരത്തെ ഉറങ്ങാൻ പോവാണോ? അതെ, നേരത്തെ ഉറങ്ങാൻ പോവാണ്. ഞാൻ എന്തായാലും താഴെ പായ വിരിക്കട്ടെ. ചാരു, നീ ഇപ്പോഴും താഴെ തന്നെയാണോ കിടക്കുന്നത്? ഞാൻ താഴെ തന്നെയാണ് കിടക്കുന്നത്. എന്താ അക്കുച്ചേട്ടാ? അല്ല, കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു. എന്ത്? അത് എനിക്കും ഒന്ന് താഴെ കിടക്കണമെന്ന്
ആ ഒരു എക്സ്പീരിയൻസ് അറിയാൻ. ഓ അങ്ങനെയാണോ? ആ എങ്കിൽ പിന്നെ അക്കുച്ചേട്ടനും താഴോട്ട് ഇറങ്ങിക്കിടക്ക്. ചാരു, നീ സത്യമാണോ പറയുന്നത്? ആ അക്കുച്ചേട്ടാ, ഞാൻ സത്യം തന്നെയാണ് പറയുന്നത്. താഴേക്ക് ഇറങ്ങിക്കിടക്കട്ടോ എന്ന് പറയാണ്. വേഗം തന്നെ ആകാശ് ഇന്ന് അടിച്ച് പൊളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തലോണയൊക്കെ താഴേക്ക് വരികയാണ്. ആ സമയത്ത് ചാരു പറയുകയാണ്, അക്കുച്ചേട്ടാ, ഞാൻ കിടക്കുന്ന ഡയറക്ഷനിൽ അക്കുച്ചേട്ടൻ കിടക്കണ്ട, നേരെ തിരിഞ്ഞ് ആ തലോണ ആ ബെഡിൻ്റെ അടുത്തേക്ക് നീക്കിയിട്ടിട്ടേ അങ്ങോട്ട് കാലി വെച്ച് കിടന്നോളാൻ പറയുകയാണ്. ഇത് കേട്ട ആകാശ് പറയുക, അപ്പം ചാരുവിൻ്റെ അടുത്തല്ലേ? അല്ല, അക്കുച്ചേട്ടന് താഴെ ഇറങ്ങി കിടക്കണം എന്നല്ലേ പറഞ്ഞത്? എന്തായാലും ഞാനായിട്ട് അക്കുച്ചേട്ടൻ്റെ ആഗ്രഹം വേണ്ടാന്ന് വെക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാ. അല്ല ചാരു, ഇവിടെ കൊതുകുണ്ട്. കൊതുകാ? കൊതുകൊന്നും ചെയ്യുമൊന്നുമില്ല. ചാരു, നീ എൻ്റെ കൂടെ കട്ടിലിൽ കയറി കിടന്നുകൂടെ? നിനക്ക് കട്ടിലിൽ കയറി കിടക്കുമ്പോൾ നല്ല സുഖം ഉണ്ടാവും. നല്ല അടിപൊളി തലോണയും ബെഡ്ഷീറ്റും ഒക്കെ ഉണ്ടല്ലോ. നീ ഒന്ന് കിടന്ന് നോക്ക്. അത് ശരിയാക്കും ചേട്ടാ, ഞാൻ എന്തായാലും കട്ടിലിൽ കയറി കിടക്കാം. എനിക്കും ആഗ്രഹമുണ്ട് കട്ടിലിൽ കയറി കിടക്കാമെന്ന്. ആണോ? എങ്കിൽ പോയി കിടക്ക്, നമുക്ക് കിടക്കാമെന്ന് പറയുകയാണ്. ഈ സമയത്ത് ചാരു ചോദിക്കുകയാണ്, നമുക്കില്ല, അക്കുച്ചേട്ടനല്ലേ താഴെ പാവിരിച്ച് കിടക്കാനുള്ള ആഗ്രഹമുള്ളത്. അതുകൊണ്ട് അക്കുച്ചേട്ടൻ താഴെ പാവിരിച്ച് കിടന്നാൽ മതി. ഞാൻ മുകളിൽ പോയിട്ട് കട്ടിലിൽ നീണ്ടു നിവർന്ന് വിശാലമായിട്ട് കിടന്നോളാമെന്ന് പറഞ്ഞുകൊണ്ട് ചാരു കട്ടിലിൽ ഒറ്റയ്ക്ക് കിടക്കുക കേട്ടോ. ഇത് കണ്ട ആകാശ്, ഇവളുടെ അടുത്ത് ഇവർക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലല്ലോ. എന്താ അക്കുച്ചേട്ടാ? ഒന്നുമില്ല, നീ അവിടെ സുഖമായിട്ട് കിടന്നോളാൻ പറയാണ്. എങ്കിൽ ശരിയാക്കി ചേട്ടാ, ഞാൻ കിടന്നോളാം എന്ന് പറയാണ്. അങ്ങനെ ചാരു അവിടെ കിടക്കാണ്, താഴെ ആകാശം കിടക്കാണ് കേട്ടോ. കുറേ നേരം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ചാരു എഴുന്നേൽക്കുമ്പോൾ ചാരുവിനെ കെട്ടിപ്പിടിച്ച് ആകാശ് ആ കട്ടിലിൽ തന്നെ കിടക്കുന്നുണ്ട്. ചാരു ആണെങ്കിൽ പെട്ടെന്ന് ഞെട്ടിപ്പോവാണ്. അതിനുശേഷം ആകാശിനെ കുറച്ച് നേരമൊക്കെ ചാരു നോക്കിയെന്ന് ചാരുവിൻ്റെ ദേഹത്ത് ആകാശിൻ്റെ കൈ ഉണ്ടായിരുന്നു. അത് പയ്യെ മാറ്റി ചാരു കുളിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അടുത്ത സീനിലാണെങ്കിൽ അരവിന്ദിനെ കാണിക്കുകയാണ്. രാവിലെ ബാങ്ക് തുറക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അരവിന്ദ്. ബാങ്ക് തുറന്ന ഉടനെ തന്നെ അരവിന്ദ് ബാങ്കിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പ്രമാണം കാണിച്ചുകൊണ്ട് ഇതിന് ലോൺ വേണമെന്ന് പറയുകയാണ്. ആ സമയത്ത് ബാങ്കുകാർ കുറച്ച് കാര്യങ്ങൾ അരവിന്ദിനോട് പറയുകയാണ്. ഈ പ്രമാണം കൊണ്ടുവച്ചുകൊണ്ട് അരവിന്ദിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ലോൺ എടുക്കാനോ വിൽക്കാനോ ഒന്നും പറ്റില്ല. കാരണം ഇത് ഇഷ്ടദാനം തന്നതല്ലേ താങ്കളുടെ അച്ഛൻ. അപ്പോൾ താങ്കളുടെ അച്ഛൻ തന്നെ ലീഗലായിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞു. കാരണം ഇത് ഫ്രീസ് ചെയ്തിരിക്കുകയാണെന്ന് പറയാണ്. ഇത് കേട്ട് അരവിന്ദ് ആകെ ഞെട്ടിപ്പോവാണ്. ആ കിളവൻ അടുത്ത പണിയാണോ എനിക്ക് തന്നത്? ജയിച്ചു എന്ന് അയാൾ കരുതണ്ട എന്ന് അരവിന്ദും പൊറുപൊറുക്കാട്ടോ. അങ്ങനെ നമ്മുടെ അരവിന്ദ് ആ ബാങ്കിൽ കിടന്ന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഷോ ഓഫൊക്കെ കാണിക്കുന്നുണ്ട്. ബാങ്കുകാർ പുറത്താക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേ അവിടെ നിൽക്കുന്നു ബാലമാഷ്. അല്ല, ഇതാരാണാവോ? അരവിന്ദോ? എൻ്റെ മൂത്ത പുത്രനോ? എന്താ ബാങ്കുകാർ പിടിച്ച് പുറത്താക്കിയോ? നീ എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാടാ. എന്തായാലും നിൻ്റെ അച്ഛനല്ലേ ഞാൻ. അപ്പോൾ നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് അധികം സമയമൊന്നും വേണ്ട. ഞാൻ നിന്നെ മനസ്സിലാക്കിയടാ. നിനക്കത് വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് മാത്രമേ ഇതുപോലൊരു തന്ത ഉണ്ടാവുള്ളൂ. നിനക്ക് നാണം ഉണ്ടാടാ? നിനക്ക് ഒരു അർഹതയില്ലാത്ത മുതലിൽ കയറി ഇതുമാതിരി കാണിക്കാൻ നിനക്ക് നാണമുണ്ടോ? നിങ്ങളല്ലേ എന്നെ ജനിപ്പിച്ചത്. അപ്പം നിങ്ങളുടെ സ്വത്തിന് എനിക്കും അവകാശമുണ്ട്, നിനക്കും അവകാശമുണ്ട്. പക്ഷെ അത് നിനക്ക് ഒറ്റയ്ക്ക് തിന്നാനായിട്ടുള്ള സ്വത്തല്ല. ഒരു പാവം പിടിച്ച പെൺകൊച്ചിനെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ച് സ്വത്ത് എഴുതി മേടിച്ചിട്ട് മണ്ഡപത്തിൽ നിന്ന് ഓടിപ്പോയവനല്ലേടാ നീ. എന്നിട്ട് നീ വന്ന് വലിയ ആളാകുന്നോ? നിൻ്റെയൊക്കെ സ്വഭാവം അതിൽ നിന്ന് തന്നെ വ്യക്തമാടാ. അച്ഛൻ എന്താ പറഞ്ഞത്? പാവം പിടിച്ച പെണ്ണ്. നിങ്ങളുടെ പെങ്ങളുടെ മകളെ എൻ്റെ തലയിൽ കെട്ടിവെക്കാനായിട്ടല്ലേ നിങ്ങൾ ശ്രമിച്ചത്? ലോകം മുഴുവൻ തെരുവുകൾ നിരങ്ങി അവൾ പുടവ വിൽക്കുന്നു. ആ പുടവ വിൽക്കുന്ന ഒരു വ്യാപാരി പെണ്ണിന് വിദ്യാഭ്യാസമുണ്ടോ? സൗന്ദര്യമുണ്ടോ? അവൾക്ക് എന്തെങ്കിലും കുലമഹിമയുണ്ടോ? അങ്ങനെയുള്ള ഒരു പെണ്ണിന് എൻ്റെ തലയിൽ കെട്ടിവെക്കാനായിട്ടല്ലേ നിങ്ങൾ നോക്കിയത്? നിനക്ക് ആ പെങ്കൊച്ചിൻ്റെ മഹത്വം മനസ്സിലാവാത്തതാടാ. വൈര്യം പോലത്തെ എൻ്റെ പെങ്കൊച്ചിനെ നിനക്കും നിൻ്റെ അമ്മയ്ക്കും മനസ്സിലാവാത്തതാ. ഈ ചെവി തുറന്ന് കേട്ടോ. ഈ സ്വത്ത് എൻ്റെ മരുമകൾക്കും എൻ്റെ മകനും ഉള്ളതാണ്. അവിടേക്ക് അവകാശം പറഞ്ഞ് നീ വരാൻ നിൽക്കണ്ട. അങ്ങനെയാണെങ്കിൽ തന്തേ, നിങ്ങളെ ഞാൻ വെറുതെ വിടുമെന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങളെ ഞാനങ്ങ് തീർക്കും. മാത്രമല്ല, നിങ്ങളുടെ മരുമകളുണ്ടല്ലോ, അവളിപ്പോൾ അനുഭവിക്കുന്ന സന്തോഷം അത് ഞാൻ ഇല്ലാണ്ടാക്കുമെന്ന് പറയാണ്. നിങ്ങളുടെ മരുമകളും നിങ്ങളും അലറിക്കരയുന്നത് ഞാൻ കാണുമെന്ന് പറയാണ്. നീ എന്താടാ ചെയ്യാൻ പോകുന്നത്?
പേടിക്കൊന്നും വേണ്ട, ഇപ്പോഴല്ല ചെയ്യാൻ പോകുന്നത്, കിടക്കുന്നതേ ഉള്ളൂ, അത് നിങ്ങൾ അറിഞ്ഞാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അരവിന്ദ് അവിടെ നിന്ന് പോവാണ്. അതോടുകൂടി ബാലമാഷിന് മനസ്സിലാവാണ് എന്തോ വലിയൊരു കളി ഇവൻ കളിക്കാൻ പോകുന്നുണ്ടെന്ന്. ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള ഒരു അടിപൊളി എപ്പിസോഡാണ് വരാനായിട്ട് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക കേട്ടോ. എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ 1-2 സുഹൃത്തുക്കളുണ്ട്, അവരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും കാണാം. അതുവരെ ടാറ്റാ.